ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരു ഷൂട്ട് അപാരതകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളുപ്പാം രാവിലെ 3:30 മണിക്ക് കോസ്റ്റ്യൂം തപ്പി വന്നതാണ് ഗൈസ്. യൂട്യൂബ് ചാനൽ തുടങ്ങി, പക്ഷെ ഞാനാ വ്ളോഗ് ചെയ്യുന്നത്. കോസ്റ്റ്യൂം എടുത്തിട്ട് ഞങ്ങൾക്ക് അവോക്കിലോട്ട് പോകണം. അവിടെ അവരെല്ലാം വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. ഞാൻ കുറഞ്ഞ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങിപ്പോയി. നമ്മളൊരു 2 മണിക്ക് 2:30 അവിടെ നിൽക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 3:30. സോ ഇച്ചിരി ഒത്തിരി ലേറ്റ് ആയിട്ടാൻ പോകുന്നതാണ്. ഞങ്ങളിന്ന് ശരിക്കും 3 കോസ്റ്റ്യൂമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്രൈഡ്, ഒരു മോഡേൺ, ഒരു സാരി, നോർമൽ സാരി. അതിലും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ശരിക്കും യൂട്യൂബ് ചാനലിന്റെ മുതലാളി പറയും ഓട്ടം ഒന്നിന് സമയമില്ല. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. ഉത്തരം അവിടെ എത്തി എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുക. പാവം കത്തിച്ച് വിടുക. എവിടെയും അവിടെ എത്തുക, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രൈഡാണ് ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. റെഡിയാവാൻ തുടങ്ങിയാൽ മതി. തുടങ്ങാം. എൻ്റെ തല കണ്ടോ? ഇതിൻ്റെ മുന്നിലൊന്നുമില്ല. ഇത് പക്ഷെ എൻ്റെ യൂട്യൂബ് ചാനലല്ല, നമ്മുടെ സമാര്യ ആര്യ ചേച്ചിയുടെയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിൽ കയറി അങ്ങ് പണിയെടുക്കും. സെറ്റ് നൈസ്. ട്രയൽ കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ബ്ലൗസ്. ഞാൻ എന്ത് സീരിയസ് ആയിട്ടാ വ്ളോഗ് ചെയ്യുന്നത് നോക്ക്. നൈസ് ചേച്ചി, നല്ല രസമുണ്ട്. നല്ല ഈ ഒരു നൈസ്. ഹാപ്പി ഹാപ്പി. ട്രയൽ പോലും എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നാളത്തെ ഇതിൽ വരും. ഞാൻ നിങ്ങളോട് സീക്രട്ട് ആയിട്ട് ഒളിപ്പിച്ച വെച്ചാണ് എന്റെ കല്യാണം. ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഇനി ഒരു ചെക്കനെ കൂടെ വേണം. ഞാൻ എന്നെ തന്നെ കിട്ടും. ഫൈനലി ഐ ആം റെഡി ഗൈസ്, റെഡി ഫോർ ദ ഷൂട്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഫോണിൽ കാണാൻ. ഫസ്റ്റ് കോസ്റ്റ്യൂം റെഡി. അങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിറങ്ങി. ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു ഹെയർ സ്റ്റൈലില്. അത് ഉത്തര ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവോക്കിയിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. ഉത്തരയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ജയറാമും റിനോയും കൂടെയാണ് ഷൂട്ടൊക്കെ ചെയ്തത്. ഇവരുടെ കൂടെ ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വെരി കംഫർട്ടബിൾ ആണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരുടെ ഒരു പ്രയത്നമാണ് ഒരു ഷൂട്ട് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഡേയ്സ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. എന്തായാലും ഷൂട്ടൊക്കെ നന്നായിട്ട് പോയി. ഇത് കഴിഞ്ഞ് 2 കോസ്റ്റ്യൂമും കൂടെ ഉണ്ടായിരുന്നു. അതും എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഉച്ച ആകുമ്പോഴത്തേനും, ലഞ്ച് ആകുമ്പോഴത്തേനും നമ്മളെല്ലാം ഫിനിഷ് ചെയ്തു വർക്കൊക്കെ.